ജസ്റ്റ് ജിമ്മിൽ പോയി സാറ് കൈ പിടിച്ചപ്പോൾ സാർ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് തോന്നി. അങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ആദ്യമായി ജില്ല ഇറങ്ങി പ്രൈസ് വീണു. ട്രെയിനിങ്ങിൻ്റെ കൂടെ റിക്കവറിയും വളരെ ഫോക്കസ് ചെയ്യേണ്ടതാണ്. നമ്മൾ ട്രെയിൻ മാത്രം ഓവർ ട്രെയിൻ ചെയ്ത് നമ്മൾ ഇഞ്ചുറി ആയിപ്പോഴും നമ്മൾ റിക്കവറിയും ചെയ്യണം. റിക്കവറി ചെയ്ത് അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് കഴിഞ്ഞ് നമുക്ക് നമ്മൾ നല്ല ലെവലിലേക്ക് എത്താൻ പറ്റും. ആദ്യമായി ഞാൻ മത്സരത്തിലേക്ക് ഇറങ്ങുന്നത് 16ാമത്തെ വയസ്സിലാണ്. ഞാൻ +1 പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. പൊതുവേ അവർക്ക് ഇന്ത്യൻസിനോട് വലിയൊരു ഇതില്ല. കാരണം അത്ര ആരോഗ്യം ജനറ്റിക്കലി അത്ര നമ്മൾ ഇവോൾവ് അല്ലാത്തതുകൊണ്ട് നമ്മൾ അത്ര ഒരു വിലയില്ല. എന്നാൽ പോലും നമുക്ക് അവരെ ഒരു ബീറ്റ് ചെയ്യാൻ പറ്റുന്ന അവർ വേൾഡ് ചാമ്പ്യൻ അവരെ നമുക്ക് ബീറ്റ് ചെയ്യാൻ പറ്റും. നമുക്കത് വളരെ ഒരു ഇനി എനിക്ക് നാഷണൽ COC ആവണമെന്ന് ആഗ്രഹമുണ്ട്. വേൾഡ് ലെവലിൽ ഒരു മെഡൽ അടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ സ്റ്റീവ് തോമസ്. ഞാൻ ഏഷ്യൻ ആം റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡലിസ്റ്റാണ്. ഞാൻ വയനാട്ടിൽ നിന്നാണ് എൻ്റെ സ്വദേശം. നവീൻ സാർ എന്ന് പറഞ്ഞ സാറാണ് എന്നെ ഇതിനകത്തേക്ക് ഉൾക്കൊള്ളിച്ചത്. ഇത്തവണ നമ്മുടെ സ്റ്റേറ്റ് വയനാട്ടിൽ വെച്ചാണ് നടക്കുന്നത്. അതിലൊരുപാട് സന്തോഷമുണ്ട്. അപ്പം എല്ലാവരും വയനാടുകാരും ജയിക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. എല്ലാവർക്കും അതിനുള്ളൊരു ആശംസ നേരുന്നു. ഞാനും പരമാവധി എൻ്റെ കഴിവിൻ്റെ പരമാവധി ചെയ്യാൻ ശ്രമിക്കും. Yes! Yeah! വയനാടിന്റെ കായിക കരുത്ത് സ്റ്റീവ് തോമസ്. Yes! ആംബുലൻസിലേക്ക് നവീൻ പോൾ എന്ന് പറഞ്ഞ നവീൻ സാർ എന്നെ ഉൾപാക്കിൻ്റെ ടീം കോച്ച് തന്നെയാണ് എന്നെ കൊണ്ടുവന്നത്. സാർ അതിനനുസരിച്ച് നമ്മൾ ജസ്റ്റ് ജിമ്മിൽ പോയി സാറ് കൈ പിടിച്ചപ്പോൾ സാർ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് തോന്നി. അങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ആദ്യമായി ജില്ല ഇറങ്ങി പ്രൈസ് വീണു. അങ്ങനെ സ്റ്റേറ്റിൽ പ്രൈസ് വീണു. അപ്പോൾ പിന്നെ നമുക്ക് പിന്നെ ഒരു ഹരമായി. പിന്നെ അത് ഓട്ടോമാറ്റിക് ഫോളോ അപ്പ് ചെയ്തപ്പോൾ പിന്നെ ഇപ്പോൾ അത്യാവശ്യം നല്ല ലെവലിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട്. ആദ്യമായി ഞാൻ മത്സരത്തിലേക്ക് ഇറങ്ങുന്നത് 16ാമത്തെ വയസ്സിലാണ്. ഞാൻ +1 പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. നവീൻ സാർ തന്നെയാണ് എന്നെ കൊണ്ടുവന്നത്. അത് തൃശ്ശൂർ വെച്ചാണ് ആദ്യത്തെ സ്റ്റേറ്റ് നടന്നത്. ആകർഷകമായി പോയി അതിനൊന്ന് പ്രൈസ് കിട്ടിയപ്പോൾ പിന്നെ അതൊരു ഹരമായി മാറി. പിന്നെ ആ പൊട്ടൻഷ്യൽ നമ്മൾ വളർത്തിയെടുത്തു. അതിൽ പിന്നെ ഇപ്പോൾ പുതിയ തലങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. വയനാടിന്റെ സ്റ്റീവ് തോമസ്. ഫസ്റ്റ് നാഷണൽസ് ഭിലായ് ഛത്തീസ്ഗഡിൽ വെച്ചായിരുന്നു നടന്നിരുന്നത്. ആദ്യമായി നാഷണൽസ് പോകുന്നതിൻ്റെ കേരള ടീമിൻ്റെ ജേഴ്സി ഇടുന്നതിൻ്റെയൊക്കെ ഒരു എക്സൈറ്റ്മെൻറ്റും പേടിയൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ തന്നെ നമ്മൾ പോയി കഴിയുമ്പോൾ നമ്മളെക്കൊണ്ട് സാധിക്കും, നമ്മളെക്കൊണ്ട് പറ്റും, നമുക്ക് അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവരും സമാധാനപരമായി തോന്നി. കഴിഞ്ഞ ഏഷ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഏഷ്യനിൽ ഗോൾഡ് മെഡൽ അടിക്കാനും ഒരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. പൊതുവേ അവർക്ക് ഇന്ത്യൻസിനോട് വലിയൊരു ഇതില്ല. കാരണം അത്ര ആരോഗ്യം ജനറ്റിക്കലി അത്ര നമ്മൾ ഇവോൾവ് അല്ലാത്തതുകൊണ്ട് നമ്മൾ അത്ര ഒരു വിലയില്ല. എന്നാൽ പോലും നമുക്ക് അവരെ ഒരു ബീറ്റ് ചെയ്യാൻ പറ്റുന്ന അവർ വേൾഡ് ചാമ്പ്യൻ അവരെ നമുക്ക് ബീറ്റ് ചെയ്യാൻ പറ്റും. നമുക്കത് വളരെ ഒരു പ്രൗഡ് മൂമെൻ്റ് ആയിട്ട് തോന്നി. പിന്നെ നമുക്ക് ഇന്ത്യൻ ജേഴ്സിയും കൂടെ എടുക്കുമ്പോൾ നമുക്ക് അത്രമേൽ പ്രൗഡായിട്ട് തോന്നി. പിന്നെ ആ നാഷണൽ ആന്തം കൂടെ കേട്ട് നിൽക്കുമ്പോൾ വളരെ പ്രൗഡായിരുന്നു. ഞാനിപ്പോൾ 80 kg ഈ വർഷം കോമ്പീറ്റ് ചെയ്യുന്നത്. ഇത്തവണ സ്റ്റേറ്റ് കഴിഞ്ഞ് നാഷണൽ പോകും. നാഷണൽ കഴിഞ്ഞിട്ട് വേൾഡും 80 തന്നെയാണ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ട്രെയിനിങ് ഞാൻ ഒരു വീക്കിൽ 4 തവണ വെച്ചാണ് ട്രെയിൻ ചെയ്യാനുള്ളത്. പരമാവധി നമ്മൾ ട്രെയിൻ ചെയ്യുന്നതനുസരിച്ച് തന്നെ എല്ലാ അത്ലറ്റ്സിനും പറയാനുള്ളത് നമ്മൾ ട്രെയിനിങ്ങിൻ്റെ കൂടെ റിക്കവറിയും വളരെ ഫോക്കസ് ചെയ്യേണ്ടതാണ്. നമ്മൾ ട്രെയിൻ മാത്രം ഓവർ ട്രെയിൻ ചെയ്ത് നമ്മൾ ഇഞ്ചുറി ആയിപ്പോഴും നമ്മൾ റിക്കവറിയും ചെയ്യണം. റിക്കവറി ചെയ്ത് അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് കഴിഞ്ഞ് നമുക്ക് നമ്മൾ നല്ല ലെവലിലേക്ക് എത്താൻ പറ്റും. ഇനി എനിക്ക് നാഷണൽ COC ആവണമെന്ന് ആഗ്രഹമുണ്ട്. വേൾഡ് ലെവലിൽ ഒരു മെഡൽ അടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എല്ലാം നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്തവണ ഇന്ത്യയിൽ വെച്ചാണ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. ഇന്ത്യ ആദ്യമായിട്ടാണ് ഹോസ്റ്റ് ചെയ്യുന്നത്. അതിലെനിക്കൊരു സീനിയർ ലെവലിൽ തന്നെ ഒരു ഗോൾഡ് മെഡൽ അടിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതിനുവേണ്ടിയാണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്. നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്.